നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാവരും അവിടെ വിട്ടു പോയപ്പോൾ അയാൾ മാത്രം അവിടെ തുടർന്നു. 12 വർഷക്കാലമായിട്ട് PSG നിരവധി കിരീടങ്ങൾ നേടി. പക്ഷേ യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്ന വലിയ കിരീടത്തിന് തൊട്ടരികിൽ പലവട്ടം വീണുപോയി. സെമി ഫൈനലിലും ഫൈനലിലടക്കം വീണുപോയി. എന്നിട്ടും അവിടെ തന്നെ തുടർന്നു. തകരാതെ നിന്ന PSG ഡിഫൻസിലെ ശക്തി ദുർഗമായിട്ട് മാറിയ നായകൻ മാർക്കിഞ്ഞോസ് ആ കിരീടം ഉയർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞ് തൻ്റെ കോച്ചിങ് സ്റ്റാഫിനെയും സഹതാരങ്ങളെയും ഒക്കെ കെട്ടിപ്പുണരുമ്പോൾ ആ മുഖത്തുണ്ട് എത്രത്തോളം ഈ കിരീടം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. അർജൻറ്റീനക്കാരനായിട്ടുള്ള ഇൻ്റർ മിലാനിൻ്റെ ക്യാപ്റ്റൻ ലൗട്രോ മാർട്ടിനസും ഇതുപോലെയൊക്കെ തന്നെയാണ്. അദ്ദേഹം ഈ കിരീടം വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. 2 വർഷം മുമ്പ് ഫൈനലിൽ വീണുപോയതാ, ഇപ്പോൾ വീണ്ടും വീണുപോയി. പൊട്ടിക്കരയുന്ന ലൗട്രോയെ നിങ്ങൾ കണ്ടില്ലേ? പക്ഷേ അങ്ങനെ കടുത്ത പോരാട്ടമൊന്നും ആയിരുന്നില്ല. പക്ക ഓൺ സൈഡറായിട്ട് മാർക്കിഞ്ഞോസിൻ്റെ ടീം കപ്പും കൊണ്ടുപോയി. അർജൻറ്റീൻ നായകൻ കരഞ്ഞു പോയപ്പോൾ ബ്രസീലുകാരനായിട്ടുള്ള നായകൻ അത് ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാർക്കിഞ്ഞോസ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ തൻ്റെ സഹതാരങ്ങളെ അത്രയധികം പരിഗണിക്കുന്നു. മുൻ താരങ്ങളെയും, അതായത് എംബാപ്പയെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കിരീടം നേടിയ ശേഷം എംബാപ്പെ അർഹിച്ചിരുന്നു PSG-ക്കൊപ്പം ഒരു കിരീടം, ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം. പക്ഷേ എംബാപ്പെ ഇല്ലാതെ PSG അത് നേടി എന്ന് അദ്ദേഹം പറയുന്നു. 34 കിരീടങ്ങളാണ് ഇപ്പോൾ PSG-ക്കൊപ്പം അദ്ദേഹം നേടിയിരിക്കുന്നത്. അതിൽ ഈ 34ാമത്തെ കിരീടത്തിൻ്റെ മൂല്യം വളരെ വളരെ വർദ്ധിക്കും. നോക്കുക, ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ 9 തവണയാണ് മാർക്കിഞ്ഞോസ് മുത്തമിട്ടത്. കോപ്പ ഡി ലാ ലീഗിൽ 6 തവണ മുത്തമിട്ടു. കോപ്പ ഡി ഫ്രാൻസിൽ 8 തവണ മുത്തമിട്ടു. ലീഗ് 1 10 തവണ. ഒടുവിലിതാ ഏറെ കൊതിച്ച കിരീടവും നേടിയിരിക്കുന്നു. മാർക്കിഞ്ഞോസിൻ്റെ PSG കരിയർ സാർത്ഥകമായി എന്ന് തന്നെ പറയാം. തങ്കലിപികളിൽ PSG ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേരെഴുതപ്പെടും. ചരിത്രത്തിൽ ആദ്യമായിട്ട് PSG യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടുമ്പോൾ ആ കിരീടത്തിലേക്ക് നയിച്ച നായകൻ എന്ന പേരിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.